അവിടെ വെച്ചിട്ട് 400-ൽ പരം ഈ ആ ബാലിന്റെ പ്രവാചകന്മാര് ബാലിന് ബലിപീഠം ഒരുക്കി കാളയെ ബലിയർപ്പിക്കാനായിട്ട് കാളയെ കഷ്ണങ്ങളാക്കി ബലിപീഠത്തിൽ വെച്ച് അവര് രാവിലെ തൊട്ട് മധ്യാഹ്നം വരെ ബാലിനെ പലതരത്തില് പ്രസാദിപ്പിക്കാനായിട്ട് ബാലിനെ വിളിക്കാനായിട്ട് നിരന്തരം അവര് തുള്ളുന്നു, അങ്ങനെ പല കോലം കെട്ടുന്നു, പല രീതിയിലും ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ടൊക്കെ അവര് ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴൊക്കെ ഈ ഏലിയ പ്രവാചകൻ ഈ ബാലിന്റെ പ്രവാചകന്മാരെ പരിഹസിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ആ വചനഭാഗത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവര് മടുത്തു, ഇവര് എത്ര ശ്രമിച്ചിട്ടും വൈകുന്നേരമായിട്ടും ഈ ബാല് അവിടെ പ്രത്യക്ഷപ്പെടുകയോ ഈ ബലി സ്വീകരിക്കുകയോ. അപ്പം അതിനു മുമ്പായിട്ട് ഏലിയ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനോ നിങ്ങളോ ഈ ബലിപീഠത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കാളയ്ക്കോ ആ ബലിവസ്തുവിന് തീ കൊടുക്കരുത്, തീ നമ്മൾ ആരാധിക്കുന്ന ദൈവം കൊടുക്കണം. അതാണ് ഈ ഏലിയ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ. ആ പ്രകാരമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബാലിന്റെ മുമ്പിൽ ഇവര് തുള്ളുകയും ചാടുകയും എന്തെല്ലാം ശരീരത്തെ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥന നടത്തിയിട്ടും അവിടെ ഫലമില്ലാതെ വരുമ്പോൾ അവിടുന്ന് ഇസ്രായേലിന്റെ ഉപേക്ഷിക്കപ്പെട്ട, അതായത് തകർന്നു കിടക്കുന്ന ബലിപീഠം 12 ഗോത്രങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് 12 കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് ആ പൊളിഞ്ഞു കിടക്കുന്ന ബലിപീഠം പുനരുദ്ധരിച്ചുകൊണ്ട് അവിടെ ചുറ്റും 2 സേർ ഗോതമ്പിന്റെ അളവിൽ അത്രയും വെള്ളം കിടക്കാവുന്ന വിധത്തിൽ ചുറ്റും ചാല ഒരുക്കിക്കൊണ്ട് അതിന്റെ ആ ബലിപീഠത്തിൽ തന്നെ സൈഡിലായിട്ട് ചാല ഒരുക്കിക്കൊണ്ട് അതിന്റെ മുകളിലാണ് വിറക് വെച്ചിട്ട് ഏലിയ പ്രവാചകൻ കാളയെ കഷ്ണങ്ങളാക്കി അതിന് മുകളിൽ വെക്കുന്നത്. എന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കുന്ന ദൈവമായി യഹോവയെ വിളിച്ച് അവിടുന്ന് അപേക്ഷിക്കുക, വിളിച്ചവിടുന്ന് പ്രാർത്ഥിക്കുക. തൽക്ഷണം സ്വർഗത്തിൽ നിന്ന് യഹോവ അഗ്നി ഇറക്കി ആ ബലിവസ്തു മാത്രമല്ല അത് വെച്ചിരുന്ന വിറകും കല്ലും അവിടെ ഒഴുക്കിയിരുന്ന വെള്ളം ഉൾപ്പെടെ ആ കല്ല് പോലും ബലിപീഠം പോലും കത്തി ചാമ്പലാകുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടു നിന്ന ഇസ്രായേൽ ജനം വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ദൈവത്തെ അവര് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു രംഗമാണ് അവിടെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ദേശങ്ങളിൽ നിന്ന് നിരവധി വ്യക്തികൾ തങ്ങളുടെ പ്രശ്നത്തെ ചൊല്ലി വിളിച്ച് കേണപേക്ഷിക്കുന്നുണ്ട്. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് അവരുടെ ബിസിനസ് തകർന്നു, അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത, അവർ പൈസ കൊടുക്കാനുള്ള ഒരു വ്യക്തി അവർക്ക് ബിസിനസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു വണ്ടി കൊണ്ടു കൊടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ ലോൺ എടുത്ത വണ്ടിക്ക് 2 മാസം അടവ് തെറ്റിയിട്ട് ആ ലോൺ കൊടുത്ത ആ ഫിനാൻസ് കമ്പനി വണ്ടി പിടിച്ചോണ്ട് പോകാൻ പോകുന്നു. അതിന് ഇനി വണ്ടി പോയി കൊടുക്കാനുള്ള ബാധ്യതകൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മലപോലെ ഉയർന്നു നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് മകനൊരു ജോലിയില്ല, ഭർത്താവിന് ഒരു ജോലി കിട്ടിയിട്ട് അതോടുകൂടി ബിസിനസ് നടത്താനുള്ള സാധ്യതകൾ അവിടെ നിന്നു. എല്ലാ തരത്തിലും മൂക്കോളം മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ, മുന്നിൽ ഒരു പ്രതീക്ഷയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്ദ്യം, കുടുംബത്തിൽ പ്രശ്നം, ഭർത്താവ് ഭാര്യ കടമാനം മർദ്ദിച്ച് അവളെ ഉപേക്ഷിച്ച് കളയുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുമായിട്ട് നിരവധി വ്യക്തികൾ വിളിക്കാറുണ്ട്.